അപ്പൊ ദിവസം തോറും ഇവിടെ ഖിയാമത്ത് നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ അന്ത്യവതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ അർത്ഥം എന്താ? ഖിയാമത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ അന്ത്യനാൾ നാം അറിയപ്പെടാത്ത അത്ഭുതം എന്ന് പറയുമ്പോൾ നാം അറിയപ്പെടാത്ത ഒരു കാര്യമാണ്. ഒരാൾ മരണപ്പെടൽ അവിടെ അവന്റെ ഖിയാമത്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. സംഭവം എനിക്ക് നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കുറേ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോൾ മൂന്നായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് ഖിസ്മുൽ ലഹറ വൻഖല, സംഭവിച്ചു, വെളിപ്പെട്ടു, അത് അസ്തമിച്ചു. രണ്ട് ഖിസ്മുൻ ലഹറ വലം യൻഖലി, വെളിപ്പെട്ടു ഖിയാമത്തിന്റെ അടയാളങ്ങൾ, പക്ഷെ വലം യൻഖലി, അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഇപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല അത്ഭുതങ്ങൾ. മൂന്നാമത്തെ അത്ഭുതമാണ് ഖിയാമത്തിന്റെ പരിപൂർണമായ അടയാളങ്ങൾ, അൽ അമാറാത്തുൽ കബീറ. അത് വലിയ അത്ഭുതങ്ങളാണ്. അതിങ്ങനെ തുടർച്ചയായി കൊണ്ടേയിരിക്കും. അതോടുകൂടി ഈ ലോകം പരിപൂർണമായി ഇഷ്ടപ്പെട്ടു. അതാണ് മൂന്നാമത്തെ സംഭവം. ഇപ്പോൾ നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞ വിഭാഗമാണ് ഖിസ്മുൽ ലഹറ വലം യൻഖലി, വെളിപ്പെട്ടു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഖിസ്മുൽ ലഹറ വൻഖല, വെളിപ്പെട്ടത് എന്താണ്, പൂർത്തിയായത് എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് എന്റെ ജനനം. എന്റെ ജനനം ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബുഇസ്തു അന വസ്സഅതു ഖഹാതൈൻ, ബുഇസ്തു അന വസ്സഅതു ഖഹാതൈൻ, ഞാനും എന്റെ നാളും ഇതേപോലെയാണെന്ന് രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബിതങ്ങളുടെ ജനനവും ഖിയാമത്ത് നാളും ഇതേപോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് ഖിയാമത്തിന്റെ അടയാളമാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫത്ഹു ബൈത്തുൽ മഖ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് സംഭവിച്ചതായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജയിച്ചടക്കിയിരുന്നു. ജൂതന്മാരുടെ കൈകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചു വാങ്ങിക്കൊടുത്തു. ജൂതനസ്രാണികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തുയർത്തിയ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിമാന്റെ ഗേഹമാണ്. ആകാശത്തിന്റെ കവാടം അവിടെയാണ്. ആദരവായ റസൂലുള്ളാഹി തആല മിഅ്റാജിലേക്ക് കൊണ്ടുപോയപ്പോ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചല്ലയോ ഒരിടത്താവളം നിലയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശ്രമ കേന്ദ്രമായി കണ്ടത് ബൈത്തുൽ മുഖദ്ദസാണ്. എന്തിനാണ്? അവിടെ മുതലാണ് പിന്നീട് അങ്ങോട്ട് ആകാശരോഹണം നടന്നത്. ആകാശത്തിന്റെ വാതിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലാണ്. മഹബത്തുൽ അംബിയാ, മഹബത്തുൽ വഹീ വ മഖറുൽ അംബിയാ, വഹീ ഇറങ്ങുന്ന സ്ഥലം അവിടെയാണ്. മാലാഖമാരുടെ സങ്കേതം അവിടെയാണ്. പ്രവാചകന്മാരുടെ ഖബറിടം അവിടെയാണ്. എത്രയോ ചരിത്രങ്ങളാണ് തിരുത്തി കുറിച്ചത്. എത്രയോ ചരിത്രങ്ങളാണ് ബൈത്തുൽ മുഖദ്ദസിന് പറയാനുള്ളത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ലോകത്തെ മാടി വിളിച്ചിരുന്ന ഒരു നാടായിരുന്നില്ലേ? ലോകത്ത് സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട നാടായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. 16 മാസക്കാലത്തോളം അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് നോക്കി എല്ലയോ നമസ്കരിച്ചിരുന്നത്. അത്രത്തോളം ഹനീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിച്ചു. ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി മോചിപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല
അത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയത് ഏത് കോലത്തിലാണ്? 18 തുന്നലുകളുള്ള ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് സഞ്ചരിക്കുമ്പോ പ്രമുഖരായ സ്വഹാബാക്കൾ മഹാനായ ഉമറിനോട് പറയുകയാണ്, അല്ല മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീൻ, ഇന്നൊരു സന്ധി സംഭാഷണത്തിന് പോവുകയാണ്. ഇന്ന് നമ്മളിൽപ്പെട്ട മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായുള്ള സ്നേഹ സംവാദമാണ് നടക്കാൻ പോകുന്നത്. അങ്ങ് രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്, അങ്ങ് രാജ്യം ഭരിക്കുന്ന അമീറാണ്. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ 18ഓളം തയ്യലുകളുണ്ട്, തുന്നലുകളുണ്ട്. അതുകൊണ്ട് മഹാനവറുകളെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രം അങ്ങ് ധരിച്ചിട്ട് അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ആ കീറിപ്പറഞ്ഞ വസ്ത്രം ഒന്ന് മാറ്റിവെച്ചാലും നല്ല വസ്ത്രമൊക്കെ ഇട്ട് വെടിപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ പുതിയ വസ്ത്രം വാങ്ങി ശരീരത്തിൽ ധരിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി പഴയ വസ്ത്രം കഴുകാൻ ഉപയോഗിച്ചു. സാധാരണ നമ്മൾ പഴയ വസ്ത്രം ധരിച്ചിട്ടാണ് കഴുകുന്നത്. ഇതിപ്പോ പുതിയ വസ്ത്രം ധരിച്ചിട്ട് പഴയ വസ്ത്രം കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ഉണക്കി തയ്ച്ച് അല്ല റാഹത്താക്കി യാത്ര പുറപ്പെടാൻ നേരത്ത് പുതിയ വസ്ത്രം അഴിച്ചു മാറ്റി അതേ പഴയ വസ്ത്രം തന്നെ ഉപയോഗിച്ചു. മഹാന്മാരായ സ്വഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങി തന്ന സമ്മാനമായി തിരസ്കരിക്കുകയാണോ? ഇല്ല സ്വഹാബത്തെ, ഇല്ല സ്വഹാബത്തെ, പ്രൗഢിയിലും പ്രതാപത്തിലുമല്ല കാര്യമുള്ളത്. വരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള ഈമാനിക ജ്യോതിസുണ്ടല്ലോ, അതിലാണ് കാര്യമുള്ളത്. ബാഹ്യരൂപത്തിലേക്കല്ല പടച്ച തമ്പുരാൻ ഒരാളെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പടച്ച തമ്പുരാൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുക, അവന്റെ വസ്ത്രത്തിലേക്കല്ല, അവന്റെ വെളിഭാഗമായ ഭാഗങ്ങളിലേക്കല്ല, അവന്റെ ഈമാനിക ജ്യോതിസിലേക്കാണ് പടച്ചവൻ നോക്കുക എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് പറഞ്ഞെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പട്ടിണി കിടന്ന കാലങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ കണ്ടം വെച്ച വസ്ത്രം ധരിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഇവരൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിരുപ്പില്ലാതെ ഓലപ്പന മടലിൽ കിടന്ന ചരിത്രം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സഹാബാക്കളെ തെളിയപ്പെടുത്തുകയായി. അതുകൊണ്ട് സഹാബത്തെ, നമുക്ക് വേണ്ടത് ഈമാനിക ജ്യോതിസാണ്. ഈമാനിക പവറിലെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കീറലുള്ള തുന്നലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താൻ പോയത്. നമ്മളൊക്കെ വാഹനത്തിന് വരാൻ പോകണമെങ്കിൽ പറഞ്ഞ പോലെ ആരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ കയ്യില് പ്രത്യേകം തുളച്ച് ഊത്, പിന്നെ പ്രത്യേകമായ ഒരു ഷാള്, പ്രത്യേകമായ ഒരു ഉടുപ്പ്, പ്രത്യേകമായ ഒരു മുണ്ട്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അൽഹംദുലില്ലാഹ്, വൃത്തി വേണമല്ലോ. ഇന്നല്ലാഹ തയ്യിബുൻ ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു വൃത്തി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊന്നുമല്ലല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്ത് റാഹത്തായ രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വസ്ത്രത്തിലും ചെരുപ്പിലും വാഹനത്തിലും ഒന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. എന്നും പറഞ്ഞാൽ ആഡംബരമാകണമെന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ വൃത്തിയായിട്ട് പോകണം. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ആരൊക്കെയോ ഇപ്പം കമന്റ് അടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, കമന്റിന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇന്നത്തെ പ്രാസംഗികന്മാരൊക്കെ പോകുന്ന രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചപ്പോ ഒരു എപ്പിസോഡ് എടുക്കാൻ പറ്റിയ ഒരു വിവരണമായിരുന്നു. അതും കൂടെ ഉള്ളു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ വൃത്തി ഈമാന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രാസംഗികന്മാരെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത്? എത്രയോ പേര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും, രാത്രി ഉടുത്ത കൂതറ കൈലി ഉടുത്തോണ്ട പള്ളിക്ക് സുബഹിക്ക് വരാൻ അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ആരുമില്ല. ബർമൂഡ ഇട്ടുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരികയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ എന്ന സമുദായമില്ല. പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാക്കന്മാരുടെ പച്ചയിറച്ചി തിന്നാൻ വേണ്ടി നടക്കുകയാണ്. കാരണം എന്താ? പാതിരാ സമയത്ത് സിനിമാ തിയേറ്ററിലും ഇശൽ നിലാവിലും ഗാനമേളയിലും ഒക്കെ പോകേണ്ട ഈ ഉമ്മത്തിനെയൊക്കെ പിടിച്ചിരുത്തി 1-2 മണിക്കൂർ വാത് പറഞ്ഞ് ആ സദസ്സിലെങ്കിലും അത്രയും സമയം അവർ ഇരിക്കുന്നില്ലേ? അതിനുള്ളൊരു വഴി ഒരുക്കിയ ഈ പണ്ഡിതന്മാരെ പറയുന്ന കാര്യമില്ലല്ലോ. ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം, പക്ഷെ ന്യൂനതകൾ പരസ്യപ്പെടുത്തലല്ല വേണ്ടത്.
ന്യൂനതകൾ പറയണം. ന്യൂനതയില്ലാത്ത ആരാണ്? കുല്ലും മഈബുന്നില്ലല്ലാഹ്. അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനും ന്യൂനതയുണ്ട്. ന്യൂനതയില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ന്യൂനതയാണ്. ന്യൂനതയില്ലാത്ത ഒരാളും കടന്നു വരട്ടെ. അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കണം. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു നല്ല വസ്ത്രത്തെ കണ്ടുകൊണ്ടോ, ഒരു വാഹനത്തെ കണ്ടുകൊണ്ടോ, ഒരു വീട് കണ്ടുകൊണ്ടോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. അമിതമായി ആവശ്യമില്ലാതെ ആവശ്യത്തിനും അപ്പുറം ചെയ്യുന്ന ഭക്ഷണമാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, വീടാകട്ടെ, അത് അല്ലാഹുവിന്റെ ഹിസാബാണ്. അത് നമ്മൾ സമാധാനം പറയണം. അതല്ലാതെ കണ്ടൊരു നല്ല വസ്ത്രം ഇട്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നതിനെതിരെ ഒന്ന് കുറ്റം പറയും. ഇച്ചിരി മോശമായ വസ്ത്രം ഇട്ട ഉസ്താദ് നൈമിലിയാക്കന്മാരോ ഒരു വൃത്തിയില്ല അതും പറയും. വൃത്തിയില്ല വെളിപ്പില്ലാതെ മുസ്ലിയാക്കന്മാര് വരുന്നു, അതും പറയും, കുറ്റം പറയും. എവിടെയും പ്രശ്നങ്ങളാണ്. കരയിലും പോകാൻ പറ്റില്ല, കടലിലും പോകാൻ പറ്റില്ല, ആകാശത്ത് കൂടെ പറക്കണം. അതേ പറ്റൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അത്ഭുതമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനിയും ഒരു കാലഘട്ടം ഉണ്ടാകും. ഇന്ന് ജൂതന്മാരുടെ കൈകളിലിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ വീണ്ടും മോചിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ? ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഗസ്വത്ത് തബൂക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചോദിച്ച വേളയിൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി തആല പറയുകയാണ്, എഴുതൂ സഹോദരാ, വമൗതി, എന്റെ മരണം ഖിയാമത്തിന്റെ അടയാളമാണ്. ആദ്യ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ജീവിതം ഖിയാമത്തിന്റെ അടയാളമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്വത്ത് തബൂക്കിൽ ഔഫ് ഇബ്നു മാലിക് സ്വഹാബാക്കളോട് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, എഴുതിക്കോ ഖിയാമത്തിന്റെ അടയാളമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൗതി, എന്റെ മരണം, എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേ കൂട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, വഫത്ഹി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും ജയിച്ചടക്കപ്പെടും. വീണ്ടും വിജയിക്കും ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അന്ന് ദീനിന്റെ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ് ആയി, മദീന അല്ല. ആരും ശ്രദ്ധിക്കപ്പെടാതെ മദീന മാറിപ്പോകും. മദീനയുടെ മണ്ണിലെ പക്ഷിപ്രവാദികൾ കൊണ്ട് നിറയും, പട്ടികളും നായികളും ചെന്നായികളും കൊണ്ട് നിറയും. പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പോലും ചെന്നായികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ എത്തോളം മദീന പട്ടണത്തെ വളരെ വളരെ നിസ്സാരമായി ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ആ ഒരു കാലഘട്ടം ഉണ്ടാകുന്ന, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടാവും. മദീനയുടെ മെമ്പറിലൊക്കെ പട്ടി നായികൾ കയറിയിരിക്കുന്നതാണ്. അത്രത്തോളം ഒരു കാലഘട്ടം ഉണ്ടാകും. അന്ന് ദീനിന്റെ പ്രവാഹ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ് ആയിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്റെ വഫാത്ത് അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേപോലെ ബൈത്തുൽ